അർജുന്റെ ട്രക്ക് കണ്ടെത്തി. ഗംഗാവലി നദിക്കടിയിലാണ് ട്രക്ക് കണ്ടെത്തിയത്. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ട്രക്ക് കരയ്ക്കെത്തിക്കുവാനുള്ള ദൗത്യം പുരോഗമിക്കുന്നു. അർജുനായി തിരച്ചിൽ തുടങ്ങി 9ാം നാളിലാണ് ട്രക്ക് കണ്ടെത്തിയത്. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുന്റെ ട്രക്ക് ഗംഗാവലി നദിക്കടിയിലുണ്ടെന്ന് കണ്ടെത്തി. തീരത്തോട് ചേർന്ന് പുഴയിലാണ് സോണാർ സിഗ്നലുകൾ ലഭിച്ചത്. കരയുടെ 20 മീറ്റർ അകലെ 15 മീറ്റർ താഴ്ചയിലാണ് ട്രക്കുള്ളതായി കണ്ടെത്തിയത്. കൂറ്റൻ മണ്ണുമാന്തി യന്ത്രമായ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് ട്രക്ക് കരയിലെത്തിക്കും. ചെളി നീക്കുകയെന്ന ശ്രമകരമായ ദൗത്യത്തിനു ശേഷം മാത്രമേ ട്രക്ക് കരയിലെത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രവൃത്തി ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ അർജുനെയും ലോറിയെയും പുറത്തെത്തിക്കുവാനാകുമെന്നാണ് പ്രതീക്ഷ. സ്കൂബ ടീം ഉൾപ്പെടെ പുഴയിലിറങ്ങി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഗംഗാവലി പുഴയിൽ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തതായി കർണാടക സർക്കാരും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണ ബൈരേഗൌഡ ഇക്കാര്യം എക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ റഡാറിലും ഇവിടെ സിഗ്നൽ കണ്ടെത്തിയിരുന്നു. ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ലോറിയിൽ തടികെട്ടിയതെന്ന് കരുതുന്ന കയറും കണ്ടെത്തിയിരുന്നു. NDRFും നേവിയും സംയുക്തമായാണ് തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഇടവിട്ട് പെയ്യുന്ന മഴയും കാറ്റും രക്ഷാപ്രവർത്തനത്തിന് വലിയ വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ഇതിനെ അതിജീവിച്ച് ഇന്ന് തന്നെ ട്രക്ക് പുറത്തേക്കെത്തിക്കുവാനുള്ള ഊർജിതമായ ശ്രമമാണ് നടക്കുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയോടെയാണ് ശിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിഞ്ഞ് ദേശീയപാതയിലേക്ക് വീഴുകയായിരുന്നു. സംഭവസ്ഥലത്ത് നിന്നും 7 മൃതദേഹങ്ങളും കണ്ടെത്തിയിരുന്നു. ഇതിനിടയിലാണ് അപകടത്തിൽ മലയാളി ഡ്രൈവർ അർജുനും അകപ്പെട്ടിട്ടുണ്ടെന്ന വിവരം പുറത്തു വന്നത്. കോഴിക്കോട് സ്വദേശിയായ അർജുൻ ബലഗാവിയിൽ നിന്ന് മരം കയറ്റി വരുന്നതിനിടയിലാണ് അപകടത്തിൽപ്പെട്ടത്. ഈ സ്ഥലത്ത് വാഹനം നിർത്തി വിശ്രമിക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചതെന്നാണ് വിവരം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ശോഭയേകാൻ ഇനി ശോഭിക മാത്രം. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, കാഞ്ഞങ്ങാട്.